ഞാൻ അവിടെ തുടങ്ങി അന്ന് മുതൽക്കുണ്ട്. 1.5 വർഷം. ഇപ്പം അതുകൊണ്ടുള്ള ഗുണങ്ങള് ഞാൻ 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ് ഞാൻ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കം കിതച്ചിട്ട് ഒരു സാധനം എടുത്ത് പൊന്തിക്കുമ്പോൾ ഏറ്റെടുക്കാനൊന്നും കഴിയില്ലായിരുന്നു. അത് ഇതിൽ വന്നതിന് ശേഷം കിതപ്പും കാര്യങ്ങളൊക്കെ പോയി. അത് വളരെ റാത്താണ്. എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്നോട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടർ പറഞ്ഞത് തുടർന്ന് അത് ചെയ്തോളി, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് ഒന്ന് ചെയ്യണം. എനിക്ക് വളരെ ആശ്വാസമാണ് ആ കാര്യത്തിൽ. പിന്നെ വണ്ടിമെന്ന് കുത്തി മറിഞ്ഞ് വീണാട്ടിൻ്റെ കൂടെ ഡിസ്കിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസ്കിന് പ്രശ്നം ഉണ്ടായി ഓർത്തോഡോക്ടറെ കാണിച്ചു, അയാളെ മരുന്ന് കഴിക്കും, അന്നേരം ഒരു ആശ്വാസം കിട്ടും. അതൊന്നും എനിക്ക് മാറ്റില്ല. ഇതിൽ വന്ന് എക്സസൈസ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് വളരെ സുഖമാണ്. ഞാൻ മരുന്നൊന്നും കഴിക്കണില്ല, വളരെ ഹാപ്പിയാണ്. എല്ലാവരും ഈ മെച്ചവൻ ഈ പരിപാടിയിലേക്ക് വന്ന് എല്ലാവരും അതിൻ്റെ അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ മെക്സവൻ തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ ആരോഗ്യം. ഒരിക്കലും എത്ര കോടികളുണ്ടായാലും നമുക്ക് ഈ ആരോഗ്യം വാങ്ങാൻ കഴിയില്ല. അത് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അത് എക്സസൈസിലൂടെ തന്നെ വേണം. പ്രായമുള്ള ആളുകൾക്ക് ഇവിടെ സ്ഥലങ്ങളിൽ പോകുന്ന ഒരു രീതിയാ ഭാഗങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യം നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ നിൽക്കാനും ഇരിക്കാനും ചലിക്കാനുമുള്ള കഴിവുകൾ നമുക്ക് സ്വായത്തമാക്കിയെടുക്കാം. ഏത് പ്രായമാണെങ്കിൽ പോലും. ഇവിടെ വരുന്നവർക്ക് 60 വയസ്സ് 70 വയസ്സുകാരാണ്. പക്ഷേ എന്നും ഡെയിലി ഒരു വ്യായാമം ചെയ്യുന്നതിന് കൂടി അവർക്കൊക്കെ തന്നെ അവരുടെ പ്രയാസങ്ങൾ അതിജീവിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും സാധ്യമാണെന്ന് മെക്സവൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യം പുനഃപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മെക്സവനെ ചുറ്റിപ്പറ്റി ഈ അടുത്ത കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നു. മെക്സവൻ എന്താണെന്ന് ഇവിടെ എത്തുന്ന എല്ലാ മെമ്പേഴ്സിനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് തിരിച്ചറിയാത്ത ആളുകളാണ്, മെക്സവൻ ഒരിക്കൽ പോലും സെന്ററുകൾ കാണാത്ത ആളുകളാണ് ഇതിനെതിരെ വിമർശനം തൊടുത്തുവിടുന്നത്. മെക്സവനിലെ ഓരോ സെന്ററുകളിലും അന്നാട്ടിലെ ആളുകളാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിന്റെ ലീഡർ ആവുന്നത്, അതിന്റെ ട്രെയിനർ ആവുന്നത്. ഓരോ പ്രദേശങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു, പഠിക്കുന്നു, ആ നാട്ടിലേക്ക് അവർ കൊണ്ടുവന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയാണ് മെക്സവനുള്ളത്. നമ്മുടെ ലീഡേഴ്സ് ആരും പോയിട്ട് അവിടെ ക്യാമ്പ് നടത്തി സെന്റർ ഓപ്പൺ ചെയ്യുന്നില്ല. അവിടുത്തെ നാട്ടുകാർ പഠിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഏതായാലും മെക്സവൻ ഒരു തുറന്ന ബുക്കാണ്, ആർക്കും എവിടെയും പോകാം. 2022 ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്നിപ്പോ 2024 ഡിസംബർ ആയിട്ട് ഏകദേശം 2 വർഷത്തിനകത്താണ് അതിശക്തമായി ജനങ്ങളെ ഏറ്റെടുത്തു ഈ പദ്ധതി. ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യം തിരിച്ചു പിടിക്കാമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഇത് ഹൃദയപൂർവ്വം സ്വീകരിച്ചത്. ഇന്ന് ഏകദേശം 1000ഓളം ബ്രാഞ്ചുകൾ മലബാർ ഏരിയയിലുമായിട്ടുണ്ട്. കൂടാതെ ഗൾഫ് കൺട്രികളിൽ സൗദിയിലും ദുബായിലുമൊക്കെ, ബ്രൂണയിൽ, അതേപോലെ തന്നെ ഖത്തറിൽ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ മെക്സവൻ സെന്ററുകൾ. അതൊക്കെ ഇവിടെ പഠിച്ചു പോയ ആളുകൾ അവര് അവിടെ സെന്റർ ഇടുന്നു, 10 ആളെ കൂട്ടുന്നു, ചെയ്യുന്നു. ഇതിലൊന്നും അസ്വാഭാവികത എവിടെയുമില്ല. വ്യായാമമാണ് മാത്രമാണ് എല്ലാ സെന്ററുകളും നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വിമർശകർ എപ്പോഴെങ്കിലും നമ്മുടെ സെന്ററുകളിൽ പോയിട്ട് 1-2 ദിവസം വ്യായാമം ചെയ്യട്ടെ എന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം നമുക്ക് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തെ മാറ്റിമറിക്കാൻ വളരെ വലിയ പര്യാപ്തമാണ്. ഓരോ പഞ്ചായത്തുകളും ലക്ഷക്കണക്കിന് രൂപയാണ് ആ പഞ്ചായത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി ചെലവിടുന്നത്. ഏത് പഞ്ചായത്ത് നോക്കിയാലും നമുക്ക് ഡയാലിസിസ് സെന്ററുകളിലാണ് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. പാലിയേറ്റീവ് കെയറിന്റെ ഡയാലിസിസ് സെന്ററുകളുണ്ട്. നമുക്ക് വേണ്ടത് ഉള്ള പാലിയേറ്റീവ് സെന്ററുകൾ അവിടെ നിൽക്കേണ്ട, ഡയാലിസിസ് സെന്ററുകൾ നിൽക്കേണ്ട. ഇനിയും കൂടുതൽ ആളുകൾ അതിലേക്ക് പോകാതെ നോക്കുക എന്നുള്ള ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് മെക്സവൻ ഇനി ചെയ്യാനുള്ളത്. ആളുകൾ കൂട്ടമായി മെക്സവൻ സെന്ററുകളിൽ എത്തിച്ചേർന്നാൽ ആരും തന്നെ ഡയാലിസിസ് സെന്ററിലേക്ക് പോകേണ്ട ആവശ്യം വരികയില്ല എന്നുള്ളതാണ് സത്യം. എത്ര തന്നെ നിങ്ങളുടെ കിഡ്നിയുടെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആരോഗ്യമായ ജീവിത രീതി ചെയ്തുകൊണ്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഡയാലിസിസ് സെന്റർ പോകുന്നതിന് മുന്നോടി ഈ സെന്ററിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് തന്നെ ആരോഗ്യം, അവരുടെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ താഴെ കൊണ്ടുവന്ന് പൂർണ്ണമായും ആരോഗ്യത്തിലോട്ട് വരാൻ സാധ്യമാണ്. അത് തെളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ആളുകൾ ക്രിയാറ്റിൻ പ്രശ്നമുള്ളവരൊക്കെ ഈ വ്യായാമ രീതിയിൽ വന്ന് അവർക്ക് അവരുടെ ആരോഗ്യത്തെ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ സാധ്യമായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വ്യായാമ രീതി
നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം, ശീലമാക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അതേപോലെ വ്യായാമം നമ്മുടെ ജീവിതത്തിന്റെ മാറ്റാൻ കഴിയാത്ത ഒരു അവിഭാജ്യ ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു 15-20 മിനിറ്റ് 25 മിനിറ്റ് നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാവുക. തീർച്ചയായിട്ടും എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളും നമുക്ക് തടയിടാൻ വ്യായാമം അത്യന്താപേക്ഷിതമാണ്. അപ്പോ ആ കർത്തവ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് ഈ സെന്ററുകളിൽ വരാതെ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസികളായിരിക്കും ഒരു പക്ഷേ കൂടുതൽ. അത്തരം ആളുകളൊക്കെ നമ്മൾ സെന്ററുകളിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഓരോ ആളെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവർക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം മറ്റൊരാൾക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കൂടെ ആ വ്യക്തിയുടെ ആരോഗ്യം നിങ്ങൾ പരീക്ഷിക്കും. കൂടാതെ ആ ഫാമിലിയുടെ കൂടെ സാമ്പത്തിക ഭദ്രത കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തും. മിക്കവാറും അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ മൊത്തം സാമ്പത്തിക ഭദ്രത തന്നെ തകർന്നു പോകുന്ന രംഗങ്ങൾ കണ്ടിട്ട് വലിയ വലിയ അസുഖങ്ങൾ വരുന്നു. അപ്പൊ ഈ ഒരു പ്രവർത്തനം ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി നിങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റ് ആളുകളെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, പ്രായമുള്ള ആളുകളെ വിസിറ്റ് ചെയ്തുകൊണ്ട്, രോഗികളെ, കിടപ്പ് രോഗികളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സന്ദർശിച്ചുകൊണ്ട് അവർക്കെല്ലാം ഇതിന്റെ പ്രയോജനം എത്തിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സുന്ദരമായ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട മെക്സൺ മെമ്പേഴ്സിനും കൂടി എന്റെ അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ചിരപ്പാലം മെക്സൺ സെന്ററിന്റെ മെക്സാനുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ കൂട്ടായ്മന്റെ ട്രെയിനേഴ്സും ലീഡേഴ്സും ഒക്കെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോടെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. മെക്സൺ ഈ കൂട്ടായ്മ ഒരു ആരോഗ്യ കൂട്ടായ്മയാണ്. ഏത് പ്രായക്കാർക്കും എപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് സംവിധാനമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് സംവിധാനമാണ്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടായ്മ എക്സസൈസ് സംവിധാനം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് എല്ലാ ആളുകളും കൂട്ടായി വരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.